കുറച്ച് ഇളക്കി കൊടുക്കാം. ഒരു ഹെൽപ്പ് ആവട്ടെ, നമ്മളൊന്നും ചെയ്തില്ലാന്ന് വേണ്ടല്ലോ. മുളകാണ് ഇടുന്നത്, കുറച്ച് മാറിക്കാം, അല്ലെങ്കിൽ പണി കിട്ടും. തമിഴ് രീതിയിലുള്ള ഉപ്പുമാവാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോണ്ടി സ്റ്റൈൽ ഉപ്പുമാവാണ് ഗൈസ്, എല്ലാരും നോക്കി പഠിക്കും. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ് ഇന്ന് കിച്ചൺ കത്ത് എന്തൊക്കെയോ കുക്ക് ചെയ്യുന്നു. കടുക് ഗൈസ്. ഡിബിഎമ്മിന് കടുക് കൂട്ടിയിടുന്നതാണ് ഇഷ്ടം. സോ ഒരു 1/2 കിലോ കടുക് നട്ടിട്ടുണ്ട് ഗൈസ്. ഇന്ന് കിച്ചൺ കത്ത് ബിക്കോസ് ഡിബിഎം വേണമെന്ന് കുക്ക് ചെയ്യും. ഗൈസ് ഇവിടെ കൺഫ്യൂഷൻ ആണ്, ഈ പാൻ വേണോ ആ പാൻ വേണോ എന്ന്. ദേവികയുടെ താത്വികമായ അവലോകനങ്ങൾ. ഞാൻ ഇത് പഠിക്കാൻ എത്ര പേടിച്ചെന്നറിയോ, ഇത് കത്തിക്കാൻ. ഗൈസ് ഫസ്റ്റ് ഓയിൽ ഒഴിക്കുന്നു. ഗൈസ് മുളകാണ് ഇടുന്നത്, കുറച്ച് മാറിക്കാം, അല്ലെങ്കിൽ പണി കിട്ടും. ഗൈസ് തമിഴ് രീതിയിലുള്ള ഉപ്പുമാവാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോണ്ടി സ്റ്റൈൽ ഉപ്പുമാവാണ് ഗൈസ്, എല്ലാരും നോക്കി പഠിച്ചു. കട്ട് ചെയ്ത് വെച്ചാൽ കൈ മതി അല്ലേ? 3 പേർക്ക് ഉള്ളത്. എരിവ് ഫൈനല്ലേ? കടുക് വറയാണ് ഗൈസ്. ഡിബിഎമ്മിന് കടുക് കൂട്ടിയിടുന്നതാണ് ഇഷ്ടം. സോ ഒരു 1/2 കിലോ കടുക് നട്ടിട്ടുണ്ട്. അതെ. സോ അടുത്തായിട്ട് എന്താ അടുത്ത സാധനം എന്തുവാ? ഈ സാധനം ഇടുവാണ്. പരിപ്പ് റൈസ് പരിപ്പിടുവാണേ. കഴിക്കുന്ന ഞങ്ങളെയൊക്കെ കാത്തോളണേ. ഓ കേട്ടോ, മാറിങ്ങൊക്കെ ഇട്ട. ഗൈസ് ഇത് സൂപ്പർ ആയിരിക്കും കേട്ടോ. കടുക് ഗൈസ്, കടുകൊക്കെ 1/2 കിലോ ഇട്ടിട്ടുണ്ട് ഗൈസ്. 1/2 കിലോ കടുക് ഇതിലുണ്ട്, നിങ്ങൾ നോക്കിക്കോ. കണ്ടോ? അടുത്ത ടൊമാറ്റോ, സോറി ഒനിയൻ ഇടുവാണേ. മതിയാവും, നമ്മൾ 3 പേരല്ലേ ഉള്ളൂ ഗൈസ്. 3 പേർക്ക് സமைച്ചിട്ടേ ഇല്ലാത്ത ഡിബിഎം 3 പേർക്ക് സமைക്കുന്നു. പരിപ്പ് ഓണിയൻ ഇത്രയായിട്ട് നല്ലോണം മിക്സ് ചെയ്യുവാണേ. നെക്സ്റ്റ് തക്കാളി. ഗൈസ് ഒറ്റ മൈൻഡിൽ നമ്മൾ തക്കാളിയൊക്കെ വാരി വെതറിയിട്ടുണ്ട്. ഗൈസ് ഡിബിഎം നോസ് എവറിത്തിങ്. ഇതൊരു സീൻ ഉപ്പുമാവായിരിക്കും. தெரிஞ்சாலும் தெரியலனாலும் தெரிஞ்ச மாதிரி நம்ம ஆக்ட் பண்ணிக்கலாம். அதான் தக்காளி சட்னி ஆகும் தோணும் லாஸ்ட். வரைச்சா தக்காளி சட்னி. ഗൈസ് ഇപ്പൊ നമ്മള് റവ ഇടുന്നു. നോക്കാം. റവ ഇട്ടിട്ടാണ് ഗൈസ്, നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെയല്ല, റവയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത ശേഷമൊക്കെയാണ് വെള്ളം ഒഴിക്കുന്നത്. ആക്ച്വലി എനിക്ക് தெரியாது. വെള്ളം ഒഴിച്ചിട്ട് വേഗം വെള്ളം ഒഴിക്കാണ്ട് കൈവിടപ്പെടാ. അതെ അതെ ഈശ്വരാ. കണ്ടോ ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട് ഗൈസ്. ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട്. കാണാനൊക്കെ നല്ല കളർഫുൾ, അടിപൊളി. ഒഴിക്കട്ടെ? ഗൈസ് അടുത്ത് നമ്മൾ വെള്ളം ഒഴിക്കുന്നു.
വെള്ളം കൂടിപ്പോയാൽ നമ്മൾ കുറച്ച് മാവോടി അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ അതിങ്ങനെ ആയിട്ടുണ്ട് ഗൈസ്. നമ്മൾ വെള്ളം ഒഴിച്ചു ഒരു സാമ്പാറിന്റെ ഒക്കെ ഒരു പരുവത്തിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് വേറെ പാത്രമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ 3 പേർക്ക് ആ വലിയ പാത്രത്തിൽ വെക്കാൻ വേണ്ടിട്ട് വെച്ചെന്നേ ഉള്ളൂ. തിളയ്ക്കുന്നുണ്ട്, എന്തൊക്കെയോ ആകുന്നുണ്ട്. തരില്ല കുറച്ചുകൂടെ കേട്ടോ. ഇത് എനിക്ക് പിന്നെ വെള്ളം വേണ്ടി വരുമല്ലോ ഗൈസ്. പരിപാടിയിൽ ഒരു ചെറിയ മാറ്റം, വീണ്ടും കുറച്ച് റവയും കൂടെ ഇടേണ്ടി വന്നു. വീണ്ടും നമ്മൾ വെള്ളം ഒഴിക്കുന്നു. പേരില്ലേ, റവ ആയതുകൊണ്ട് ഫാറ്റ് ഉണ്ട്, അപ്പൊ നമുക്ക് കഴിക്കാം. ഗൈസ് നമ്മള് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇളക്കുന്നുണ്ട്. അതാണ് അടി പിടിക്കില്ല. കുറച്ച് വെട്ടി കുറച്ച് ഗൈസ് ദിലീപിന് കുക്കിംഗ് അറിയാം ഗൈസ്. കുറച്ചും കൂടെ വേഗം ഇത് சத்தியமா தெரியாது. நான் செகண்ட் டைம் ட்ரை பண்றேன். ஃபர்ஸ்ட் டைம் ட்ரை பண்ணேன், நல்லா இருந்தது. சோ உங்களுக்கு அது யம்மியா இருந்ததா? ஆமா, எம்மி டேஸ்டா இருந்தது. அன்பிலீவபிள். நானா பண்ணேன் அப்படின்னு எங்க அம்மால அதை பார்த்து அட்டாக் வரும். ഗൈസ് ഈ വീഡിയോ നമ്മൾ ഡയറക്റ്റ് എടുത്ത വീഡിയോ എന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുക്കാൻ പോവാണ്. അമ്മാതിരി കുക്കിംഗ്. നമ്മൾ കുറെ നേരം കൊണ്ട് ഉപ്പുമാവ് ഇളക്കുകയാണ് ഗൈസ്. പണി പാളിയെന്ന് തോന്നുന്നു. കുക്ക് ചെയ്ത് വരുമ്പോ സെറ്റ് ആവും. കുറച്ചെന്തോ വെള്ളമോ എന്തോ വെള്ളം കൂടി പോയി ഗൈസ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോ നോക്കി കണ്ടൊക്കെ ഉണ്ടാക്കണം. പക്ഷെ ഇത് കുറച്ച് തണുത്ത് വരുമ്പോ ശരിയായിക്കോളും. നല്ല മണമുണ്ട്, നല്ല മണം വരുന്നുണ്ട് ഗൈസ്. എന്റെ കൈ പൊള്ളുന്നുണ്ട് ഗൈസ് സൈഡിൽ കൂടെ. ബിക്കോസ് ഇത് കുറച്ചും കൂടെ എന്താ പേപ്പർ എടുക്കാം. ഞങ്ങൾക്ക് ഇതൊക്കെ ടേസ്റ്റ് നോക്കുന്നു. റെഡി കൊള്ളാം സൂപ്പറും പറഞ്ഞേ പറ്റുന്നു. സീന് ഗൈസ്. നമ്മൾ കഴിക്കാൻ പോവാണ് ഗൈസ്. കഴിച്ചു തരാം. ഇട്ടുണ്ട് ഗൈസ്. അത് നമുക്ക് നാളെ കാണാം രാവിലെ. നമ്മൾ കുക്കിംഗ് ആണ്. ഇതിലെന്തോ കറിയൊന്നുമില്ല അല്ലേ? വെറുതെ ഇല്ലായിരുന്നല്ലേ? ഉപ്പുമാ ഫ്രം പോണ്ടിച്ചേരി. മല്ലി സാറ്റർഡേ ഉണ്ടാക്കി കഴിക്കും. മല്ലിയില സാറ്റർഡേ ഉണ്ടാക്കി കഴിക്കുന്നു. കരിയണം അറിയാലോ. മല്ലിയില. മല്ലിയിലക്ക് അവിടെ എന്തോ പറയും? മല്ലിയിലക്ക് അവിടെ എന്തോ പറയും? മല്ലിയിലക്ക് മല്ലിയെല്ലാം പറഞ്ഞു എനിക്ക് കൊത്തമല്ലി. ഗൈസ് put some കൊത്തമല്ലി and it's ready. Done.